പ്രൈസ് ദി ലോർഡ്. ഇത്തിരി വചനമെന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ ഉദ്ധാനം ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഉദ്ധാനം ചെയ്ത യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 5-ാം തിരുവചനം. ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെയില്ല, അവൻ ഉയർപ്പിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, നമ്മുടെ കർത്താവ് ഉയർപ്പിക്കപ്പെട്ടു. പൊന്നുളി കല്ലറമിന്നുന്നു, മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ, നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഭയെ ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഹെലൻ രാജ്ഞി പ്രായമായിരിക്കുന്ന സമയത്ത് ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹത്തോടെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി. ആ സമയം രാജ്ഞി തീരുമാനിച്ചു ഈശോയുടെ കാണാതെ പോയ കുരിശുകൾ കണ്ടെടുക്കുക. അങ്ങനെ നാളുകൾക്ക് ശേഷമുള്ള തിരച്ചിലിനൊടുവിൽ 3 കുരിശുകളും കണ്ടെടുത്തു. പ്രിയപ്പെട്ടവരെ, രാജ്ഞിക്ക് ഒത്തിരിയേറെ സന്തോഷമായി. അതോടൊപ്പം തന്നെ രാജ്ഞി ദുഃഖത്തിലുമായി. കാരണം ഈ 3 കുരിശിൽ ഏത് കുരിശാണ് കർത്താവിൻ്റെ കുരിശെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെയിരിക്കെ മലയുടെ അടിവാരത്തുകൂടെ ഒരു മൃതശരീരവുമായി ഒരുപാട് പേര് പോകുന്നത് കണ്ടു. പ്രിയപ്പെട്ടവരെ, ആ മൃതശരീരത്തെ ഓരോ കുരിശുകളിലേക്ക് ചേർത്ത് വെച്ചു. രാജ്ഞി ആദ്യത്തെ കുരിശിൽ ചേർത്ത് വെച്ചു, ഒന്നും സംഭവിച്ചില്ല. രണ്ടാമത്തെ കുരിശിലേക്ക് ആ മൃതശരീരത്തെ ചേർത്ത് വെച്ചു, ഒന്നും സംഭവിച്ചില്ല. എന്നാൽ 3-ാമത്തെ കുരിശിൽ ചേർത്ത് വെച്ച ആ സമയം തന്നെ ആ മൃതശരീരം ജീവനുള്ളതായി തീർന്നു. പ്രിയപ്പെട്ടവരെ, മരിച്ച് വർഷങ്ങൾക്ക് ശേഷം കാണാതായ കുരിശ് പിന്നീട് വീണ്ടും കിട്ടിയപ്പോൾ പോലും ആ കുരിശിന് പോലും ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് എത്രയോ വലിയൊരു ദൈവമാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല വിധത്തിലുള്ള കല്ലറകളിലായിരിക്കാം. ദുശീലങ്ങളുടെ, പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, ശാപത്തിൻ്റെ, അതുപോലെയുള്ള പല വിധത്തിലുള്ള കല്ലറകൾക്കുള്ളിലാണെങ്കിലും കർത്താവ് നമ്മളെ അവിടെ നിന്ന് ഉയർപ്പിക്കും. എന്നാൽ അതിനു മുൻപ് ആ ഉയർപ്പിൻ്റെ വഴിയിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ കർത്താവ് പോയതുപോലെ നമ്മൾ ചില വഴികളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കുരിശ് വഹിച്ച് കർത്താവിൻ്റെ പിന്നാലെ നമ്മൾ പോകേണ്ടതായിട്ട് വരും. ആ സമയം പലരും നമ്മളെ ദ്വേഷിക്കും, പലരും നമ്മളെ ചാട്ടവാറ് കൊണ്ടടിക്കും, പരിഹസിക്കും, കളിയാക്കും. അവസാനം കുരിശുമരണം പോലും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പ്രിയപ്പെട്ട സഹോദര, സഹോദരി, നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം കഴിയുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 45-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചന ഇപ്രകാരം പറയുന്നു: ആകയാൽ ദൈവം, നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ ഉയർത്താൻ വേണ്ടി കർത്താവ് പോകുന്നു. എന്നാൽ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം: നമ്മൾ മനുഷ്യരിൽ വിശ്വസിക്കരുത്, മനുഷ്യരിൽ ആശ്രയിക്കരുത്. നമ്മൾ വിശ്വസിക്കേണ്ടതും ആശ്രയിക്കേണ്ടതും കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമായിരിക്കണം. മനുഷ്യരിൽ വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ തകർച്ചയുണ്ടാകും, എന്നാൽ ദൈവത്തിൽ വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസവും ആശ്രയവും കർത്താവായ ഉദ്ധിതനായ യേശു ക്രിസ്തുവിൽ മാത്രമായിരിക്കണം. പത്രോസിൽ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ ദൈവം ഉയർത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ ഉയർപ്പിൻ്റെ സന്ദേശം ഇതാണ്: തകർന്നവരെ നമ്മുടെ ദൈവം ഉയർപ്പിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ തകർച്ചകളെയും വേദനകളെയും നമുക്ക് കർത്താവിന് വിട്ടുകൊടുക്കാം. ആ തകർച്ചകളെ ഉയർച്ചയാക്കി മാറ്റുന്നത് വരെ പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന്. ആമേൻ.